എത്തി. ഹലോ. ഹായ് ഷീലാമ്മ. ഹായ്. ഹായ് കുട്ടീസേ. ഹായ് പിന്നെ ആന്റി. ഹായ് റാണിക്കുട്ടി. ഹായ് ചെങ്കളെ. അല്ല ഇത് എന്താണ് ഇത് കളർ എന്ത് ഞാൻ വിളിക്കണം? എന്ത് പേര് പറഞ്ഞ് വിളിക്കണം? ഇതുവരെ ആരും ഈ സ്റ്റേജിൽ ഇടാത്ത ഒരു കളറാ. അതെ അതെ അതെ. ഗ്രീൻ ആണെന്ന് ചോദിച്ചാൽ അല്ല, ചാര കളർ, ഒരു ഗ്രീനിഷ് ഗ്രേ. കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. റാണിയോ കുഞ്ഞിന് ഒരു ചെറിയ ജലദോഷം. ആണോ? ശരിയാണല്ലോ. മറ്റേ മഷിയിടുന്ന പരിപാടി ഫിനാലിലേക്ക് എടുത്തപ്പോ എടുത്തോട്ടോ. സാരമല്ല മോളെ, ഈ ജലദോഷം വന്ന് പാടുന്ന കുറെ പാട്ടുകളുണ്ട്, അതൊക്കെ നല്ല രസമായിരിക്കും, വേറൊരു ടോണായിരിക്കും കേൾക്കാൻ. അപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് കിടന്ന് കളിക്കുന്നുണ്ട്. സൗണ്ട് ഒക്കെ മാറും. അപ്പൊ വേറെ സൗണ്ട് കിട്ടിയില്ലേ? നമ്മൾ വിചാരിച്ചാ കിട്ടുവോ? ഏത് പാട്ടാ പാടുന്ന മോള്? ഞാൻ വണ്ടിക്കാരൻ വീരാങ്കാരൻ കെട്ടിന് പൂതി വെച്ച്. അയ്യോ, ആ പക്ഷെ ഈ ഇങ്ങനത്തെ ടോണ് എപ്പോഴും മെലഡി പാടാൻ. അതെ അതെ അതെ. വണ്ടിക്കാരൻ കിണ്ടാങ്കി പ്രശ്നമാ. എന്നാലും കുഴപ്പമില്ല, മോള് കലക്കും. വന്നു പോയില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം നല്ല വിശേഷം. വിശേഷമൊന്നുമില്ല. അങ്ങനെ മഴയല്ലേ, ഭയങ്കര മഴ. മഴയായോണ്ട് ചുമയൊക്കെ ആയി. അതെ, നല്ല ശബ്ദം വ്യത്യാസമുണ്ട്. അപ്പൊ ഉമ്മ ഇവിടെ വന്നു, ഉപ്പ വെളിയിൽ നിപ്പുണ്ടല്ലേ? ഇല്ല. വില്ലയിലുണ്ടോ? ആ ഉപ്പ ആക്സിഡന്റ് ആയിരുന്നു. എന്ത് പറ്റി? അത് ചെറിയൊരു ബൈക്ക് ആണോ? കാറ് തട്ടി. ഉപ്പ കാറിലായിരുന്നോ ബൈക്കിലായിരുന്നോ? ഉപ്പ ബൈക്കില്. ആ അതുകൊണ്ട് ഉപ്പയുടെ അടുത്ത് പറയണം, ബൈക്കിൽ പോകുമ്പോൾ അതീവ ശ്രദ്ധ വേണം. കാരണം കാറ് പാർക്ക് ചെയ്തായിരുന്നു. അന്നേരം ഉപ്പ പോവാ, അപ്പൊ അവര് എടുത്തു പെട്ടെന്ന്. എന്തായാലും ഭേദമായില്ല, മാറിയില്ല. വാക്കറിനെ കൊണ്ട് നടക്കുന്നുണ്ട് ചെറുങ്ങനെ. സർജറി ഒക്കെ കഴിഞ്ഞു. പോയോ? പിന്നെ പോട്ടമോളെ, അതിനെപ്പറ്റി ചിന്തിക്കണം, എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ. അപ്പൊ ഇത് പോട്ടർ കുഞ്ഞാലി സിനിമ. അതെ. പിന്നെ മ്യൂസിക് MS ബാബുരാൻ, ലിറിക്സ് ശ്രീ മൂലനഗരം വിജയൻ സാർ, പിന്നെ വർഷം 1965. വെരി ഗുഡ്. പാടിയത് സീറോ ബാബു. വെരി ഗുഡ്. ഇത് നമ്മുടെ NN പിള്ള സാറിന്റെ അതേ പേരിലുള്ള നാടകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പോട്ടർ കുഞ്ഞാലി എന്നുള്ള ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. വണ്ടിക്കാരൻ വീരാങ്കാരൻ കെട്ടിന് പൂതി വെച്ച് കൊണ്ടോട്ട് ചെന്ന് കണ്ട് തണ്ടുകാരി പാത്തുമ്മനെ. സൽക്കാരം കഴിഞ്ഞപ്പോ പാത്തുമ്മ പറയണ് ഇക്കാര്യം നടപ്പില്ലെന്ന്, നിക്കാഹിന് തൽക്കാലം മനസ്സില്ലെന്ന്. ചെമ്മൻ കണ്ണിൽ കരിമിഷ തേച്ച് കൊമ്പൻ മീശയും അരിഞ്ഞു വെച്ച് പട്ടരുമാലിൽ സെന്റ് പുരട്ടി പൊട്ടത്തലയിൽ കെട്ടും കെട്ടി തീവണ്ടി കേറി വന്ന കാക്കാന്റെ കൽബില് തീപ്പെട്ടി ഊരയ്ക്കേണ് പാത്തുമ്മ, തീപ്പെട്ടി ഊരയ്ക്കേണ് പാത്തുമ്മ. കടവിലെ കടീസും
റാണിക്കുട്ടി എന്തോ ആരാ ഈ ബീരാൻ കാക്ക? അറിയില്ല, പണ്ടത്തെ ഒരു പാട്ടല്ലേ. പണ്ടത്തെ ഒരു പാട്ടാണ്, എന്നാലും പാടുമ്പോ അറിയണ്ടേ ആരാണെന്നൊക്കെ ചോദിക്കണ്ടേ? എംജങ്ങളൊന്ന് പറഞ്ഞുതരാ. എനിക്കറിയാം, ഫ്രണ്ടാ എന്റെ അടുത്ത ഫ്രണ്ടാണ്, ഫ്രണ്ട്സ് അടുത്ത ഫ്രണ്ടാണെന്ന്, അടുത്ത കൂട്ടുകാരനാണ് ബീരാൻ കാക്ക. പണ്ട് മോള് വിചാരിക്കുന്നതല്ല, അപ്പൊ മോളൊക്കെ ഇപ്പൊ വരുന്ന ബെൻസ് കാറിലൊക്കെയാ അല്ലേ? ഞാൻ പണ്ട് കാളവണ്ടിയിലാ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഗാനമേളയ്ക്ക് പോകുമ്പോ കാളവണ്ടി പോവും. സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ. കൊണ്ടോട്ടിയിലാണ്. അപ്പൊ അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്ന ഇതുപോലെ ബാക്കിൽ ബെഡൊക്കെ വിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബാക്കിൽ കിടന്നു പോകും. പക്ഷെ 3-4 ദിവസം എടുക്കും അവിടെ എത്താൻ. അപ്പം ഞാൻ ഏറ്റവും ഉടക്കിയ ഒരൊറ്റ കാര്യമുണ്ട്. ഞാൻ തന്റെ കാളവണ്ടിയും വേണ്ട കാളയും വേണ്ട എന്ന് പറഞ്ഞ് പോയത് പുള്ളി 2ാം കെട്ടിന് വേണ്ടി ഉദ്ദേശിച്ചപ്പോ ഞാൻ പറഞ്ഞു പറ്റില്ല. അവിടെ പ്രശ്നമായി, അങ്ങനെ വഴക്കിട്ട് അവിടെ ബന്ധം. അങ്ങനെ ആ അതെ, അങ്ങനെ ആ സുഹൃത്ത് ബന്ധം സത്യം പറഞ്ഞാലും കഥയാണെന്ന് പറയുന്ന ഇവിടുത്തെ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് എന്നാ ചെയ്യാനാണ്? ഒരു കഥ പോലത്തെ ഒരു പാട്ടാ. അങ്ങ് അറ്റത്ത് പറഞ്ഞു കൊടുക്കും. ആ കഥയൊക്കെ MG ആന്റിക്ക് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കഴിഞ്ഞാൽ കേക്കത്തില്ല. എന്തായാലും മോള് കഥ പറയുന്ന പോലെ തന്നെ പാടി അങ്ങ് പൊലിപ്പിച്ചു, അങ്ങ് കിടുക്കി പറിച്ചു. പോരെ ഇടുക്കാച്ചി. വണ്ടിക്കാരൻ ബീരാൻകാരണ്ടാം കെട്ടിന് പൂരി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ട് തണ്ടുകാരി പാത്തുമ്മാണ്. സർക്കാരും കഴിഞ്ഞപ്പ പാത്തുമ്മ പറയണ് ഇക്കാര്യം നടപ്പില്ലെന്ന്. ഞാൻ ആ ഓർമ്മയിലും പാട്ടിലും ഒക്കെ ചേട്ടൻ കാളവണ്ടിയുടെ പുറത്തായിരുന്നു. കിടന്ന് പോവാ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ അതിന്റെ സുഖം. അയ്യോ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടാ. തേന്മാവൻ കൊമ്പത്തൊരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ? ആ, ആ കാളവണ്ടിയുടെ പുറകിൽ ചേട്ടാ കാളവണ്ടി മോഹൻലാലും ശോഭനയൊക്കെ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് സുഖം, എന്ത് രസാ. ഞാൻ എന്റെ സുഹൃത്ത് ബീരൻ കാക്കയുടെ കൂടെ പോണ പിന്നിക്ക് ഇഷ്ടമല്ല. എന്നാ അത് മറ്റേനകത്ത് മോഹൻലാലും ശോഭനയും കൂടെ കയറി ഇരുന്നിട്ട് കൂരാട്ടം പപ്പ് ചോദിക്കുന്ന ടാസ്ക് കളിയിടാന്നൊക്കെ അതൊക്കെ. ചേട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ കേറിയപ്പോ. അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ കൊണ്ടുപോണായിരുന്നു അതിനകത്തു ചെറിയൊരു കാളയായിരുന്നു, അതുകൊണ്ടാണ്. മക്കളെ ഏതായാലും നന്നായി. താങ്ക് യു. റാണിക്കുട്ടി, എന്തോ ഇതൊരു നല്ല രസമുണ്ടല്ലോ ഈ പാട്ട്. കോമഡി കോമഡി ആണല്ലേ? ഇത്രയും വരികൾ കാണാതെ പഠിച്ച് ഇങ്ങനെ എളുപ്പമാണല്ലേ, ഓർക്കാൻ എളുപ്പമാണല്ലോ ഇങ്ങനെ കോമഡി ആയതുകൊണ്ട്. ഇതിനകത്ത് എന്റെ ഉമ്മ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ. സതീഷ് ഉമ്മാന്റെയും ബീരാൻ കാക്കേന്റെയും കഥയാണത്. ഉമ്മ പറഞ്ഞു തന്ന കഥയൊന്ന് പറഞ്ഞേ കേക്കട്ടെ. കേക്കട്ടെ. ഉമ്മ പറഞ്ഞത് എന്താ, ബീരാൻ കാക്ക ഇല്ലേ, ബീരാൻ കാക്ക തീവണ്ടി കേറി വന്നിട്ട് തണ്ടുകാരി പാത്തുമ്മാനെ കണ്ടു. MG ഞങ്ങളുടെ ഫ്രണ്ട്. ഓക്കെ, എന്നിട്ട് തണ്ടുകാരിന്റെ പാത്തുമ്മാനെ കണ്ടു. എന്നിട്ട് ലാസ്റ്റ് എന്താ പാത്തുമ്മാമ ഏലക്കുട്ടിയെ അതന്നെ അത് അവരെ കൂടെ പോയി. ഏലത്തോട്ടത്തിലുള്ള ഒരു ആലിക്കുട്ടിയും അവിടാണ് എനിക്ക് പ്രശ്നമായത്. പാത്തുമ്മ ആണല്ലേ? അത് MG ഞങ്ങൾക്ക് ഇഷ്ടായില്ല. അതെ, അത് സമ്മതിക്കാൻ പറ്റിയില്ല, സമ്മതിച്ചില്ല, അത് ഇഷ്ടപ്പെട്ടില്ല ഒട്ടും. ബീരാൻ കാക്കാന് ഇഷ്ടപ്പെട്ടില്ല. നമുക്കും ഇഷ്ടപ്പെടില്ലല്ലോ, ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഇത്രയും ദിവസം കാളവണ്ടി പരിപാടിക്ക് പോയിട്ട് പിന്നെ അവസാനം തേയിലക്കാട്ടിൽ ഇറങ്ങി പോകുന്ന സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും ഇത്രയും വരികളൊക്കെ കാണാതെ പഠിച്ച് ഈ ജലദോഷം ഉണ്ടായിട്ടും അതൊന്നും പുറത്തറിയാതെ ഭംഗിയായിട്ട് പാടിയില്ലേ റാണിയക്കുട്ടി? ഓൾ ദി ബെസ്റ്റ് റാണിയക്കുട്ടി. റാണിക്കുട്ടി ആദ്യം ഇവിടെ ചുമക്കോ എന്തൊക്കെയോ വല്ലാത്തൊരു കഷ്ടപ്പാടൊക്കെ കണ്ടപ്പം ശരിക്കും നമ്മളെല്ലാം വിചാരിച്ചു ഒന്നിപ്പോ പാടാൻ പറ്റുമോ ഇല്ലയോന്ന്. പക്ഷെ ബീരാങ്കാക്കയും കതീശുമയും ഒക്കെ അങ്ങ് പാടി തകർത്തില്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. ഗോഡ് ബ്ലെസ് യു. ആടിയൊരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ റാണിയപ്പുക്കുരി. അപ്പൊ അടുത്ത കഥയായിട്ട് നാളെ വീണ്ടും വരണം. ബൈ.